നമുക്ക് ഒരുപാട് കഷ്ടപ്പെടാതെ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ഒരു ബീഫ് മന്തി കണ്ടു നോക്കാം. അതിനായിട്ട് സെല്ല റൈസ് ബസ്മതി റൈസ് 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം. പിന്നെ ഒരു കുക്കറിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. പിന്നെ ഹോൾ സ്പൈസസും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്ക് ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മന്തി കപ്സ മസാല അല്ലെങ്കിൽ നമ്മുടെ സാധാ ഗരം മസാല, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് അളവിൽ ഓയിലും സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ കൈവച്ച് തിരുമ്മി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മന്തിയുടെ പീസ് പോലെയുള്ള വലിയ പീസസ് ആയിട്ടുള്ള ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മാരിനേഷൻ ഒന്നും ചെയ്യേണ്ട, അപ്പോൾ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ചോറ് തയ്യാറാക്കാനായിട്ട് ഇരട്ടിയിലധികം വെള്ളം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉണക്ക നാരങ്ങ, ഹോൾ സ്പൈസസ്, പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് അത് ഊറ്റിയിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 90% റൈസ് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഊറ്റിയിട്ട് നമ്മൾ വെന്ത ബീഫിൻ്റെ മുകളിലേക്ക് ഒരല്പം വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാഫ്രോൺ കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്മോക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ആവിയൊക്കെ പോയതിന് ശേഷം പച്ചമുളകൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ താഴെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗ്രേവിയും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് മന്തിയാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ഫോളോ ചെയ്തേക്കണേ. ബൈ.